ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദിസ് ഈസ് VP വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ ഒപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റംബൂട്ടാൻ അച്ചാറാണ്. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ, അപ്പോൾ നമുക്ക് റംബൂട്ടാൻ അച്ചാർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ കുറച്ച് റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എരിവുള്ള മുളക് പൊടി വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം. നമ്മളിവിടെ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി എത്രയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ ലേശം ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന്. ഉപ്പ് കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ എടുക്കുകയാണ്. നല്ലെണ്ണയൊന്നും ഉപയോഗിക്കരുത്. പച്ച വെളിച്ചെണ്ണയാണ് ഈ റംബൂട്ടാൻ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായി നിൽക്കുന്നത്. എന്നിട്ട് നമ്മളൊരു 1/2 hour ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടി എടുത്തിട്ട് വീണ്ടും പച്ച വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചേക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി ആ ഒരു ഇത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് ആവശ്യത്തിനനുസരിച്ച്, നമ്മൾ റംബൂട്ടാൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ഒരു ബ്രൗൺ ഇതായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന റംബൂട്ടാൻ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് ആ വെളുത്തുള്ളിയും എണ്ണയും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സായി വരണം. അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുക്കും. ഒരുപാട് വെള്ളം എടുക്കണ്ട, കുറച്ച് വെള്ളം, അതായത് ചാറ് തോനെ വരുന്നതൊക്കെ തോനെ ഒഴിക്കുക. നമ്മളിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട, ഒരു 15 മിനിറ്റ് അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡിയാണ്. ഇത് നമ്മൾ ഒരാഴ്ച മുന്നേ ഇട്ട് വെച്ചിരുന്ന റംബൂട്ടാൻ അച്ചാറാണ്. ഇത് കണ്ട പഴകി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷ് റംബൂട്ടാൻ അച്ചാറാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.